Good morning. Welcome to today's class. Plus 1 Mathematics Chapter 1 Sets Part 8. കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ അവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സസൈസ് 1.4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. Exercise 1.4. First question. Find the union of each of the following pairs of sets. X is equal to set 1, 3, 5 and Y is equal to set 1, 2, 3. Then what is X union Y? The elements which are either in A or in B. Then what is X union Y? X union Y is equal to set 1, 2, 3, 5. അതായത് എക്സിലെയും വൈയിലെയും എല്ലാ എലമെൻസിനെയും എടുത്തെഴുതിയാൽ എന്തായി മാറി? എക്സ് യൂണിയൻ വൈ ആയി മാറി. ഓക്കെ. നൗ സെക്കൻഡ് വൺ. എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. വി ഹാവ് ടു ഫൈൻഡ് എ യൂണിയൻ ബി. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും അല്ലേ? ദാറ്റ് ഈസ് എ ഇ ഐ ഒ യു ആൻഡ് എ ബി സി അല്ലേ? അപ്പോൾ എ ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു ആൻഡ് ദെൻ ബി സി. ഓക്കെ. നൗ തേർഡ് വൺ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is a natural number and a multiple of 3. എന്താ എ എന്ന് പറയുന്ന സെറ്റ്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആണ്, നാച്ചുറൽ നമ്പറും ആണ് ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. വാട്ട് ഈസ് ദ എലമെന്റ്സ് ഓഫ് എ? എ ഈസ് ഈക്വൽ ടു 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ? 3, 6, 9, 12, 15 എക്സെട്ര. ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് എന്താണ്? നാച്ചുറൽ നമ്പറും ആണ്, ലെസ് ദാൻ 6 അല്ലേ? ലെസ് ദാൻ 6 ആയ നാച്ചുറൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. ലെസ് ദാൻ 6 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് 5 വരെയാണ് ഇൻക്ലൂഡ് ആവുന്നത്. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ്, പറഞ്ഞെല്ലാവരും, സെറ്റ് 1, 2, 3, 4, 5 ദെൻ ബാക്കിയുള്ള എലമെന്റ്സ് അല്ലേ? 6, 9, 12, 15 എക്സെട്ര. അതായത് ഇത് ഇൻഫിനിറ്റി സെറ്റ്സ് ആണ്. ഇത് 3, 6, 9, 12, 15 എക്സെട്ര അങ്ങ് പോവാണ്. ഇവിടെയോ ബി എന്ന് പറയുന്ന സെറ്റോ ഇവിടെ ലെസ് ദാൻ 6 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിയിലെ എലമെന്റ്സ് 1, 2, 3, 4, 5 വരെയുള്ളൂ. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും. അപ്പോൾ ആദ്യം ഇവിടെ നമ്മളൊരു ഓർഡറിലാണ് എഴുതിയത്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എങ്ങനെ വേണേലും എഴുതാം. അപ്പോൾ 1, 2, 3, 4, 5 ബിയിലെ എല്ലാ എലമെന്റ്സും എഴുതി. ഇനി അതിന് ശേഷം എയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതാ പിന്നെ വരുന്നത്? 6, 9, 12. പിന്നെ ഇതങ്ങനെ കണ്ടിന്യൂസ് ആയി പോവുകയാണ്, ഇൻഫിനിറ്റ് സെറ്റ് ആണ്. അപ്പോൾ 12, 15 എക്സെട്ര. ക്ലിയർ ആയില്ലേ? ഫോർത്ത് വൺ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. വാട്ട് ഈസ് ദ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി? എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ എയിലെ എലമെന്റ്സ് ഏതൊക്കെ വരും? എ ഈസ് ഈക്വൽ ടു 1 ഇൻക്ലൂഡഡ് ആണോ? അല്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. പിന്നെ അടുത്ത എലമെന്റ്സ് 2, 2, 3, 4, 5, 6 വരെ അല്ലേ? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട്, അപ്പോൾ 6 ഇൻക്ലൂഡ് ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 2, 3, 4, 5, 6 ആൻഡ് ബി ഈസ് ഈക്വൽ ടു ബിയും നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് തന്നെയാണ്. എങ്ങനെയുള്ള സെറ്റാണ്? 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 ആണ്. 6നും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 7, 8, 9. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എ യൂണിയൻ ബി. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 2, 3, 4, 5, 6 ദെൻ 7, 8, 9. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും. ഓക്കെ. നൗ ഫിഫ്ത്ത് വൺ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 5. എല്ലാവരും ഒന്ന് എ യൂണിയൻ ബി പറഞ്ഞേ. എ എന്ന് പറഞ്ഞ സെറ്റ് എലമെന്റ്സ് 1, 2, 3 ആണ്. ബി എന്ന് പറയുന്നതോ നൾ സെറ്റ് ആണ്. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 അല്ലേ? സെറ്റ് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഏതാ? അത് എ തന്നെയാണ്.
അല്ലേ? ബി എന്ന് പറയുന്ന സെറ്റ് എന്താ? നൾ സെറ്റാണ്, അതിനകത്ത് എലമെൻസ് ഒന്നുമില്ല. അപ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെൻസാണ് വരുന്നത്? എയിലെ എലമെൻസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? Now second question, let A is equal to set A B, B is equal to set A B C. Is A subset of B? What is A union B? അപ്പോൾ എയും ബിയും രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി എ സബ്സെറ്റ് ഓഫ് ബി ആണോ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വട്ട് ഈസ് എ യൂണിയൻ ബി? ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടി ചെയ്യാം. എയും ബിയും രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്. ഈസ് എ സബ്സെറ്റ് ഓഫ് ബി? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ കണ്ടീഷൻ എന്താ? എയിലുള്ള എല്ലാ എലമെൻസും എവിടെ ഉണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. എയിലെ എലമെൻറ്റ്സ് നോക്കിയേ എ ബി, ബിയിലെ എലമെൻറ്റ്സ് നോക്കിയേ എ ബി സി. ഈ എ ബി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് എവിടെയുള്ള എലമെൻസാണ്? എയിലെ എലമെൻസാണ്, അല്ലേ? അതായത് എയിലെ എലമെൻറ്റ്സ് എയും ബിയും എവിടെയുണ്ട്? ബിയിലുണ്ട്. അതുകൊണ്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, ദെൻ വട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും, ദാറ്റ് ഈസ് എ സെറ്റ് എ ബി പിന്നെയുള്ള സി. ഓക്കെ, അപ്പോൾ സെറ്റ് എ ബി സി അത് ഏത് സെറ്റാ? സെറ്റ് ബി തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്ന ബി തന്നെയാണ്. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. എ ബിയുടെ സബ്സെറ്റ് ആണ്, ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, the fourth one, if A is equal to set 1, 2, 3, 4 and B is equal to set 3, 4, 5, 6, C is equal to set 5, 6, 7, 8 and D is equal to set 7, 8, 9, 10. Find first question A union B, second one A union C, third one B union C, fourth one B union D, fifth one A union B union C and sixth one A union B union D ആൻഡ് സെവൻത് വൺ ബി യൂണിയൻ സി യൂണിയൻ ഡി. ഇവിടെ നമുക്ക് 4 സെറ്റ്സ് തന്നിട്ടുണ്ട്, എയും ബിയും സിയും ഡിയും. ഇനി ഇവ ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. ആദ്യത്തെ നോക്കിയാൽ ആദ്യത്തെ 4 2 സെറ്റ്സിൻ്റെ യൂണിയനാണ്. അടുത്ത 3 വന്നിരിക്കുന്നത് 3 സെറ്റ്സിൻ്റെ യൂണിയൻ. എയുടെയും ബിയുടെയും സിയും വരുന്നുണ്ട്, എയും ബിയും ഡിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും. അപ്പോൾ എന്താ വരുന്നത്? 1, 2, 3, 4 പിന്നെ 5, 6 അല്ലേ? 3, 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഓരോ പ്രാവശ്യം എഴുതിയാൽ മതി. ദെൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. ഓക്കെ, നൗ സെക്കൻഡ് വൺ എ യൂണിയൻ സി. എയും സിയും തമ്മിലുള്ള യൂണിയൻ. അപ്പോൾ എയുടെ എലമെൻറ്റ്സ് നോക്കിയേ 1, 2, 3, 4. ദെൻ സിയിലെ എലമെൻറ്റ്സ് 5, 6, 7, 8. ദെൻ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ എ യൂണിയൻ സി. എ യൂണിയൻ സി എന്താ വരുന്നത്? സെറ്റ് 1, 2, 3, 4 പിന്നെ 5, 6, 7, 8. ഓക്കെ, ഇതാ സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, നൗ തേർഡ് വൺ ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും. പറഞ്ഞ എല്ലാവരും ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു 3, 4, 5, 6 പിന്നെ 7, 8. ഓക്കെ, ദാറ്റ് ഈസ് സെറ്റ് 3, 4, 5, 6, 7, 8. പഠിച്ചില്ല എല്ലാവരും? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് യൂണിയൻ കാണാൻ പഠിക്കും. ഓക്കെ, നൗ ഫോർത്ത് വൺ ബി യൂണിയൻ ഡി. വട്ട് ഈസ് ബി യൂണിയൻ ഡി? ബിയിലെയും ഡിയിലെയും എല്ലാ എലമെൻറ്റ്സ്. ബിയിലെ എലമെൻറ്റ്സ് സെറ്റ് 3, 4, 5, 6. ഡിയിലെ എലമെൻറ്റ്സ് 7, 8, 9, 10. ദെൻ വട്ട് ഈസ് ബി യൂണിയൻ ഡി? ബി യൂണിയൻ ഡി പറഞ്ഞേ സെറ്റ് 3, 4, 5, 6 പിന്നെ 7, 8, 9, 10. ഓക്കെ, നൗ ഫിഫ്ത്ത് വൺ. ഇനി ഇവിടെ ഫിഫ്ത്ത് വൺ എ യൂണിയൻ ബി യൂണിയൻ സി. 3 സെറ്റ്സിൻ്റെ വീതം യൂണിയനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും. ഇത് സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല, നമുക്ക് ഒന്നിച്ച് കാണാം. എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും കൂടി ഒന്നിച്ചെഴുതിയാൽ എ യൂണിയൻ ബി യൂണിയൻ സി ആയി. ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ഇല്ലാന്ന് നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചതല്ലേ? അതുകൊണ്ട് എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും എടുത്തെഴുതിയാൽ എ യൂണിയൻ ബി യൂണിയൻ സി ആയി. ഓക്കെ, എ യൂണിയൻ ബി യൂണിയൻ സി. ആദ്യം നമുക്ക് സെറ്റ് നോക്കാം. എ ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. അടുത്തത് ബി എന്ന് പറയുന്ന സെറ്റ്, സി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും ഏതൊക്കെ വന്നു? 1, 2, 3, 4 പിന്നെ ഇവിടെ 5, 6 പിന്നെ 7, 8. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒഴിവാക്കി. ഇതല്ലേ സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, നൗ സിക്സ്ത് വൺ എ യൂണിയൻ ബി യൂണിയൻ ഡി. എയിലെ എല്ലാ എലമെൻറ്റ്സ്
ബിയിലെ എല്ലാ എലമെൻറ്റ്സ്, അടുത്തത് ഡിയിലെ. അപ്പോൾ ഏതൊക്കെ വരും? സെറ്റ് എല്ലാവരും തന്നെത്താൻ എഴുതിക്കോ. അതിനുശേഷം നമുക്ക് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. സെറ്റ് 1 2 3 4. ഇനി ബിയിലെ എലമെൻറ്റ്സ് 5 6, ദെൻ ഡിയിലെ എലമെൻറ്റ്സ് 7 8 9 10. ഓക്കെ, സെറ്റ് 1 2 3 4 5 6 7 8 9 10. Now last one, 8th one, that is 7th one, B union C union D. അപ്പോൾ ബി സി ഡി ഈ 3 സെറ്റ്സിൻ്റെ യൂണിയൻ. അപ്പോൾ ഏതൊക്കെ വരും? 3 4 5 6, പിന്നെ 7 8, ദെൻ 9 10. ഓക്കെ, സെറ്റ് 3 4 5 6 7 8 9 10. ഇപ്പം നന്നായി പഠിച്ചില്ല യൂണിയൻ കാണാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th one, find the intersection of each pairs of sets of question 1 above. അതായത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1-നകത്ത് യൂണിയൻ കാണാനാണ് പഠിച്ചത്. അതിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. ഫസ്റ്റ് വൺ, എക്സ് ഈക്വൽ ടു സെറ്റ് 1 3 5 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1 2 3 ആണ്. ദെൻ വാട്ട് ഈസ് ഇൻ്റർസെക്ഷൻ? എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇൻ്റർസെക്ഷൻ എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിലെയും വൈയിലെയും കോമൺ എലമെൻറ്റ്സ് എടുത്ത് എഴുതിയാൽ ഇൻ്റർസെക്ഷനായി അല്ലേ. ദെൻ വാട്ട് ഈസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ? രണ്ടിലെയും കോമൺ എലമെൻ്റ് ഏതാണ്? 3 ആണ്. അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു സെറ്റ് 3. നൗ സെക്കൻഡ് സെറ്റ്, എ ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു ആൻഡ് ബി ഈസ് ഈക്വൽ ടു എ ബി സി. ദെൻ വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? വേഗം പറഞ്ഞേ. എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയുള്ളത്? ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, പിന്നെ വേറെ ഏതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ്? സെറ്റ് എ. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ. Now third one, a is equal to set of all x such that x is a natural number and multiple of 3. നമ്മൾ നേരത്തെ എഴുതിയതാണ് അവിടെ. b is equal to set of all x such that x is a natural number less than 6. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് ഇതാണ് വരുന്നത്, മൾട്ടിപ്പിൾസ് ഓഫ് 3 3 6 9 12 15 എക്സെട്ര. b is equal to 1 2 3 4 5. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി. എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് നോക്കിക്കേ. ഇതിങ്ങനെ 15 കഴിഞ്ഞ് എക്സെട്ര അങ്ങ് പോവാണ്. ഇൻഫിനിറ്റ് സെറ്റാണ്. ഇവിടെ അപ് ടു 5 വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളതിൽ രണ്ടിലും കോമൺ അല്ലേ. ഏതാ കോമൺ വരുന്നത്? സെറ്റ് 3. ക്ലിയർ അല്ലേ? നൗ ഫോർത്ത് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. അപ്പോൾ എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എടുത്ത് എഴുതാം. എയിലെ എലമെൻറ്റ്സ് നമ്മൾ നേരത്തെ എഴുതാണ് 2 3 4 5 6. b is equal to set 7 8 9. then what is a intersection b? എയിലും ബിയിലും കോമൺ എലമെൻറ്റ്സ് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. ഓക്കെ, നൾ സെറ്റിനെ ഒന്നിലെ ബ്രാക്കറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 5 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പം യൂണിയനും ഇൻ്റർസെക്ഷനും നന്നായിട്ട് പഠിച്ചില്ലേ? ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട്. 5th one, a is equal to set 1 2 3 and b is equal to null set. Then what is a intersection b? എയിലെ എലമെൻറ്റ്സ് 1 2 3 ആണ്, ബിയിലെ എലമെൻറ്റ്സ് ഒന്നുമില്ല. Then what is a intersection b? A intersection b is equal to null set. Okay. Now 6th question, if a is equal to set 3 5 7 9 11, b is equal to 7 9 11 13, c is equal to 11 13 15 and d is equal to 15 17. Find. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നും കാണാൻ ഇൻ്റർസെക്ഷൻ ഉണ്ട്, യൂണിയൻ ഉണ്ട്, ഇൻ്റർസെക്ഷനും യൂണിയനും കൂടിയ സെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തറവായി പഠിച്ചിരിക്കും. യൂണിയനും ഇൻ്റർസെക്ഷനും എല്ലാം തറവായി പഠിക്കും. അപ്പോൾ ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. അതായത് എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ്. ദെൻ വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? ഇത് കോമൺ എലമെൻറ്റ്സ് ആ ഏതൊക്കെയുള്ളത്? 7 ഉണ്ട്, പിന്നെ 9, പിന്നെ 11 അല്ലേ. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 7 9 11. ഓക്കെ, നൗ സെക്കൻഡ് വൺ, ബി ഇൻ്റർസെക്ഷൻ സി. ദ കോമൺ എലമെൻറ്റ്സ് ഓഫ് ബി ആൻഡ് സി. ഏതൊക്കെയാണ് വരുന്നത്? ദ കോമൺ എലമെൻറ്റ്സ് ഓഫ് ബി ആൻഡ് സി. ഇവിടെ നോക്കിയാൽ 11, ഇവിടെയും 11 ഉണ്ട്, പിന്നെ 13, ഇവിടെയും 13 ഉണ്ട്, പിന്നെ ഉണ്ടോ? ഇല്ല. ദെൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് 11 13. ഓക്കെ, നൗ തേർഡ് വൺ, എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. ഈ 3 സെറ്റിലെയും കോമൺ എലമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഓരോ സെറ്റായിട്ട് ആദ്യം 2 വീതം കാണേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് കണ്ടാൽ മതി. എയിലെയും സിയിലെയും ഡിയിലെയും കോമൺ എലമെൻറ്റ്സ് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ദെൻ വാട്ട് ആർ ദി എലമെൻറ്റ്സ്? എ, സെറ്റ് എ, പിന്നെ സെറ്റ് സി, ദെൻ സെറ്റ് ഡി. ഏതൊക്കെയാണ് വരുന്നത്?
ഒന്നുകൂടെ നോക്കിയോ, എയിൽ 3, 5, 7, 9, 11 ആണ്. പിന്നെ സിയിലോ 11, 13, 15. അപ്പോൾ എയിലും സിയിലും കൂടി കോമൺ എലമെൻ്റ് ഏതുണ്ട്? 11 ഉണ്ട്. ഇനി എവിടെ നോക്കണം? ഡിയിൽ നോക്കണം. ഡിയിലുള്ള എലമെൻറ്റ്സ് 15, 17 ആണ്. അപ്പോൾ ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ടോ? ഇല്ല. എയിലും സിയിലും 11 ഉണ്ട്, പക്ഷേ ഡിയിൽ 11 ഉണ്ടോ? ഇല്ല. അപ്പോൾ മൂന്നിലും കൂടി കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. Therefore A intersection C intersection D is equal to null set. Okay. Now fourth one, A intersection C. എയിലെയും സിയിലെയും കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? നോക്കിയ കോമൺ എലമെൻറ്റ്സ് ഇവിടെ എലമെൻറ്റ്സ് 3, 5, 7, 9, 11 ആണ്. സിയിലെ എലമെൻറ്റ്സ് 11, 13, 15. അപ്പം രണ്ടിലും കൂടി കോമൺ ഉള്ള എലമെൻറ്റ്സ് ഏതാ? സെറ്റ് 11 അല്ലേ? A intersection C is equal to set 11. Now fifth one, B intersection D. The common elements of B and D. What are the elements? The common elements of B and D. B elements ഏതൊക്കെയാ? 7, 9, 11, 13. Then what are the elements of D? 15, 17. Then what is B intersection D? B intersection D is equal to null set അല്ലേ? ഇവിടെ ബിയിലും ഡിയിലും കോമൺ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. നൗ സിക്സ്ത് വൺ, A intersection B union C. അപ്പോൾ A intersection B union C കാണാൻ നേരത്തെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് കാണുക. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് കാണുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം? B union C കാണണം. ദാറ്റ് ഈസ് B union C. B union C എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ? ഇതാണ് B എന്ന് പറയുന്ന സെറ്റ് അല്ലേ? സി എന്ന് പറയുന്ന സെറ്റ് ഇത്. അപ്പം B union C എന്ന് പറഞ്ഞാലോ ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 7, 9, 11, 13, 15. ഇതല്ലേ എഴുതിയേക്കുന്നത്? 7, 9, 11, 13, 15. ഇനി അതിൻ്റെ കൂടെ ഏത് വേണം? എയുടെ ഇൻ്റർസെക്ഷൻ. A intersection B union C കാണണം അല്ലേ? അപ്പോൾ A intersection B union C എന്ന് പറഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് ഏതാ? ഇതാണ് സെറ്റ് എ. 3, 5, 7, 9, 11. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3, 5, 7, 9, 11 ഇൻ്റർസെക്ഷൻ B union C. B union C നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 7, 9, 11, 13, 15. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ, അതായത് എ എന്ന് പറയുന്ന സെറ്റിലെയും B union സിയിലെയും കോമൺ എലമെൻറ്റ്സ്. ഇനി ഇതിൽ രണ്ടിൽ ഏതൊക്കെയാണ് കോമൺ എലമെൻറ്റ്സ് ഉള്ളത്? 7 ഉണ്ട്, പിന്നെ 9 ഉണ്ട്, 11 ഉണ്ട്. ഇനി വേറെ ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് സെറ്റ് 7, 9, 11. ഓക്കെ. നൗ എയ്ത്ത് വൺ എന്താ കാണണ്ടേ? സിക്സ്ത് വൺ ആണ് ഇപ്പോൾ കണ്ട. സെവൻത് വൺ, A intersection D. എയിലെയും ഡിയിലെയും കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? എയിലെയും ഡിയിലെയും കോമൺ എലമെൻറ്റ്സ് എയിലുള്ളത് 3, 5, 7, 9, 11 ആണ്. ഡിയിലുള്ളത് 15, 17. കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയാ? എയിലെയും ഡിയിലെയും കോമൺ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ A intersection D is equal to 5. നൗ അടുത്തത് കണ്ടത് എയ്ത്ത് വൺ. ആ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതാ എയ്ത്ത് ക്വസ്റ്റ്യൻ ഏതാ? ഇത് A intersection B union D അല്ലേ? അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ A intersection B union C കണ്ടതാണ്. അതുപോലെ A intersection B union D. അപ്പോൾ ആദ്യം എന്ത് കാണാം? B union Dയിലെ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഇതാണ് B എന്ന് പറയുന്ന സെറ്റ്, D എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. അപ്പോൾ B union D, ദ എലമെൻറ്റ്സ് ഓഫ് B ആൻഡ് D. ബിയിലെയും ഡിയിലെയും എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ ഏതൊക്കെ വരും? 7, 9, 11, 13, 15, 17. ദെൻ A intersection B union D. അപ്പോൾ A എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. 3, 5, 7, 9, 11 ഇൻ്റർസെക്ഷൻ B union D. നമ്മളിപ്പോൾ B union D കണ്ടുപിടിച്ചതാണ്. ഏതൊക്കെ? സെറ്റ് 7, 9, 11, 13, 15, 17. ഈ രണ്ട് സെറ്റ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ, ദാറ്റ് ഈസ് കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെ വരും? നോക്കിയേ, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. ഇനി വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ 7, 9, 11. ഓക്കെ. നൗ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് നയൻത് വൺ, A intersection B union C. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ള രണ്ടെണ്ണം ഓരോന്ന് വീതം കണ്ടുപിടിക്കുക. അതായത് A intersection B union C. അപ്പോൾ ആദ്യം A intersection B കണ്ടുപിടിക്കാം. അപ്പോൾ A intersection B എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെ വരും? 7, 9, 11. പിന്നെ ഉണ്ടോ? ഇല്ല. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 7, 9, 11 ഇൻ്റർസെക്ഷൻ B union C. B union C എന്ന് പറഞ്ഞാൽ ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ ഏതൊക്കെ വരുന്നു? 7, 9, 11, 13, 15. ഇതാ 7, 9, 11, 13, 15. ഓക്കെ. ഈ 7, 9, 11 എന്ന് പറയുന്നത് A intersection Bയും
പിന്നെ 7, 9, 11, 13, 15 എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ സി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇതിൽ രണ്ടിലുള്ള കോമൺ എലമെൻറ്റ്സ് അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 7, 9, 11. ഓക്കെ, നൗ ലാസ്റ്റ് വൺ, എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ എ യൂണിയൻ ഡി കണ്ടുപിടിച്ച് വെക്കുന്നു, പിന്നെ ബി യൂണിയൻ സി കാണുന്നു, ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോന്നും ആദ്യം കാണുന്നു, പിന്നെ അതിൻ്റെ ഇൻ്റർസെക്ഷൻ. ദാറ്റ് ഈസ് എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ഡി ആദ്യം കാണുന്നു, എയിലെയും ഡിയിലെയും എല്ലാ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് സെറ്റ് 3, 5, 7, 9, 11, 15, 17. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ബി യൂണിയൻ സി, ബിയിലെയും സിയിലെയും എല്ലാ എലമെൻറ്റ്സും, ദാറ്റ് ഈസ് സെറ്റ് 7, 9, 11, 13, 15. ഓക്കെ, ദെൻ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു സെറ്റ്സ്. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി? എഴുതിയോ എല്ലാവരും? സെറ്റ് 7, 9, 11, 15 അല്ലേ? രണ്ടിലുള്ള കോമൺ എലമെൻറ്റ്സ് 7, 9, 11, 15. അത് തന്നെയാണ് 7, 9, 11, 15. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇൻ്റർസെക്ഷനും യൂണിയനും ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, now seventh question, if A is equal to set of all x such that x is a natural number and B is equal to set of all x such that x is an even natural number, C is equal to set of all x such that x is an odd natural number and D is equal to set of all x such that x is a prime number, find A intersection B, A intersection C, A intersection D, B intersection C, B intersection D, C intersection D. അതായത് ഇവിടെ എ ബി സി ഡി 4 സെറ്റ്സ് നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയൊക്കെ ഇൻ്റർസെക്ഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ സെറ്റും നമുക്കൊന്നും കൂടെ നോക്കാം. ഫസ്റ്റ് സെറ്റ് ഏതാ? എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് എടുത്ത് എഴുതാം എല്ലാവരും. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6, 8 എക്സെട്ര അല്ലേ? എല്ലാം ഇൻഫിനിറ്റ് സെറ്റാണ്. Now C is equal to set of all x such that x is an odd natural number. Odd natural numbers ഏതൊക്കെയാ? set 1, 3, 5, 7 etc. Then D is equal to set of all x such that x is a prime number. x എന്ന് പറഞ്ഞാൽ അതാ പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 2 മുതൽ, ദാറ്റ് ഈസ് സെറ്റ് 2, 3, 5, 7 എക്സെട്ര അല്ലേ? എല്ലാം ഇൻഫിനിറ്റ് സെറ്റാണ്. ഇനി ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ എ ഇൻ്റർസെക്ഷൻ ബി കാണണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതാ? എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ്. നോക്കിയാൽ ഇവിടെ അതിനകത്ത് 1, 2, 3, 4 ആണ് നാച്ചുറൽ നമ്പറാണ്. രണ്ടാമത്തിനകത്തോ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? സെറ്റ് 2, പിന്നെ 4, പിന്നെ അടുത്ത ഏത് വരും? 6, അടുത്ത ഏത് വരും? 8 എക്സെട്ര അല്ലേ? ഇതിനകത്ത് എല്ലാ ഈവനും ഓടും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. ഇതിനകത്ത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതാ സെറ്റ് ബി 2, 4, 6, 8. അതായത് ബി എന്ന് പറയുന്ന സെറ്റ് എയുടെ സബ്സെറ്റ് ആണ് അല്ലേ? therefore A intersection B is equal to B. ഇൻഫിനിറ്റ് സെറ്റ് ആണ് 2, 4, 6, 8 എക്സെട്ര. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ സി കാണാനാണ്. എ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സി എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും എ ഇൻ്റർസെക്ഷൻ സി? വേഗം പറഞ്ഞോ. എ ഇൻ്റർസെക്ഷൻ സി എന്താ വരുന്നത്? സെറ്റ് സി തന്നെ വരും അല്ലേ? അതായത് സി എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് നാച്ചുറൽ നമ്പർ. എ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അല്ലേ? ഈവനും ഓടും എല്ലാം ഉണ്ട്. ഇവിടെയും സി എയുടെ സബ്സെറ്റാണ് അല്ലേ? എ എന്ന് പറഞ്ഞ സെറ്റിൽ സി ഉണ്ട്. ദെൻ വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ സി? സെറ്റ് സി, ദാറ്റ് ഈസ് ഏതാ സെറ്റ് സി? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് സെറ്റ് 1, 3, 5, 7 എക്സെട്ര. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ എ ഇൻ്റർസെക്ഷൻ ഡി. എ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതിക്കേ. എ ഇൻ്റർസെക്ഷൻ ഡി എഴുതിയോ? എന്താ വരുന്നത്? സെറ്റ് 2, 3, 5, 7 അല്ലേ? പ്രൈം നമ്പേഴ്സ് തന്നെ. അതായത് ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഏതിനകത്തുണ്ട്? എ എന്ന് പറഞ്ഞ സെറ്റിലുണ്ട് അല്ലേ? എക്സ് ഈസ് എ പ്രൈം നമ്പറാണ്. ഈ പ്രൈം നമ്പറും എവിടെയുണ്ട്? നാച്ചുറൽ നമ്പറിനകത്തുണ്ട് അല്ലേ? അപ്പം ഡി എന്ന് പറയുന്ന സെറ്റ് ഏതിൻ്റെ സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് ആണ്. therefore A intersection D is equal to D, that is set of all prime numbers 2, 3, 5, 7 etc. Now fourth one B intersection C. B എന്ന് പറയുന്ന സെറ്റ് ഏതാ? സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സി എന്ന് പറഞ്ഞാൽ ഏതാ? സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ വാട്ട് ഈസ് ബി ഇൻ്റർസെക്ഷൻ
ഫോർത്ത് വൺ അല്ലേ, ബി ഇൻ്റർസെക്ഷൻ സി. വേഗം പറഞ്ഞോ. ബിയിലുള്ളതെല്ലാം ഈവൻ നാച്ചുറൽ നമ്പറാണ്, സിയിലുള്ളതല്ലോ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി എന്താ വരുന്നത്? നൾ സെറ്റ്. ഓക്കെ. നൗ ഫിഫ്ത്ത് വൺ, ബി ഇൻ്റർസെക്ഷൻ ഡി. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. നൗ ഡി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പർ. അപ്പോൾ വേഗം പറഞ്ഞേ, വാട്ട് ഈസ് ബി ഇൻ്റർസെക്ഷൻ ഡി? ആൻസർ ഇട്ടില്ലേ? സെറ്റ് 2 അല്ലേ? രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത് ഏതാ? ബിയിലെ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് 2, 4, 6, 8 എക്സെട്ര. ഇനി ഡിയിലോ? ഡി എന്ന് പറയുന്ന സെറ്റ് ഏതാ? എക്സ് ഇസ് എ പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2, 3, 5, 7. അപ്പം ബിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ഏതാ? ഒരു പ്രൈം നമ്പറാണ് വരുന്നത് അല്ലേ? ഈവൻ പ്രൈം നമ്പർ ഏതാ വരുന്നത്? 2 അല്ലേ? ദാറ്റ് ഈസ് ബി ഇൻ്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു 2. ഓക്കെ. നൗ ലാസ്റ്റ് വൺ, സി ഇൻ്റർസെക്ഷൻ ഡി. വാട്ട് ഈസ് സി? എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ, ദെൻ ഡി എക്സ് ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ വേഗം പറഞ്ഞു ഏതാ വരുന്നത്? ഡി എന്ന് പറയുന്ന സെറ്റിൽ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ, സി എന്ന് പറയുന്ന സെറ്റിൽ ഓഡ് നാച്ചുറൽ നമ്പറുമാണ്. ദെൻ വാട്ട് ഈസ് സി ഇൻ്റർസെക്ഷൻ ഡി? സെറ്റ് 3, 5, 7, 11 എക്സെട്ര. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. സി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഏതാ? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 1, 3, 5, 7 എക്സെട്ര. ദെൻ ഡി എന്ന് പറയുന്ന സെറ്റിലോ പ്രൈം നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 2, 3, 5, 7 എക്സെട്ര. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? 3, 5, 7, 11 എക്സെട്ര അല്ലേ? പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റാണ് വരുന്നത്. ഏത് പ്രൈം നമ്പേഴ്സ്? ഓഡ് പ്രൈം നമ്പേഴ്സ് അല്ലേ? ദാറ്റ് ഈസ് സെറ്റ് 3, 5, 7, 11 എക്സെട്ര. ക്ലിയർ ആയില്ലേ? ഓക്കെ. നോ ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്? ഇവിടെ 2 സെറ്റ്സ് തന്നിട്ടുണ്ട്, 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. പെയർ ഓഫ് സെറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ഏത് പെയേഴ്സ് ആണെന്നുള്ളത് എടുത്തെഴുതണം. അത് അസൈൻമെൻറ്റ് തരുവാണ്. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എല്ലാവർക്കും അറിയാലോ. സെറ്റ്സ് ഹാവ് നോ കോമൺ എലമെൻറ്റ്സ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏത് പെയേഴ്സാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 9, if A is equal to set 3, 6, 9, 12, 15, 18, 21, B is equal to set 4, 8, 12, 16, 20, C is equal to set 2, 4, 6, 8, 10, 12, 14, 16, D is equal to 5, 10, 15, 20, find. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, എല്ലാം ഡിഫറൻസ് ആണ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ ഇതെന്താണ് ഇത്രയും ക്വസ്റ്റ്യൻസ് തരുന്നത്? ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഡിഫറൻസ് നല്ല തറവായി പഠിക്കും. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ചെയ്തു. നമുക്കറിയാലോ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് കാണുന്നത്. എ മൈനസ് ബിയും ബി മൈനസ് ബിയും നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലെ എലമെൻറ്റ്സ് എല്ലാം എയിൽ നിന്ന് കളയുക. ഓക്കെ, ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ ബി മൈനസ് എ ബിയിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ കളയുക അല്ലേ? അപ്പോൾ ഇനി ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്ന് പറയുന്നത് നോക്കിയേ, ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. എയിൽ നിന്നും ബിയിലെ എലമെൻറ്റ്സിനൊക്കെ കളയുക എന്ന് പറഞ്ഞാലോ രണ്ടിലുള്ള കോമൺ എലമെൻറ്റ്സ് എയിൽ നിന്നും കളയുക. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടെ നോക്കിയേ, ഏതൊക്കെ എലമെൻറ്റ്സാണ് കോമൺ ആയിട്ടുള്ളത്? 4 ഉണ്ടോ ഇവിടെ കോമൺ ആയിട്ട്? ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? 8 ഉണ്ടോ? ഇല്ല. പിന്നെ ഏതാ? 12 ഉണ്ടല്ലേ? രണ്ടിടത്തും 12 ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? 16 ഉണ്ടോ? ഇല്ല. 20 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതിനെ കളഞ്ഞാൽ മതി? 12നെ കളയുക. അപ്പോൾ എന്ത് കിട്ടും? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ഇവിടുന്ന് 12 പോയി, ബാക്കി എന്തുണ്ട്? 3, 6, 9, 15, 18, 21. ക്ലിയർ ആയില്ലേ? ഓക്കെ. സെക്കൻഡ് വൺ എ മൈനസ് സി. എയിൽ നിന്നും സി കളയണം അല്ലേ? അപ്പോൾ എയിലും സിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഏതാ വരുന്നത് നോക്കിയാൽ ഇവിടെ 2 ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? ഇല്ല. 6 ഉണ്ട് അല്ലേ? 6 ഉണ്ട്. പിന്നെ ഏതുണ്ട്? 8 ഉണ്ടോ? ഇല്ല. 10 ഇല്ല. 12 ഉണ്ട്. ഓക്കെ. പിന്നെ ഏതാ ഉള്ളത്? 14 ഉണ്ടോ? ഇല്ല. 16 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതൊക്കെയുള്ളത്? 6ഉം 12ഉം അല്ലേ? അപ്പോൾ എയിൽ നിന്ന് 6ഉം 12ഉം പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? സെറ്റ് 3, പിന്നെ 6 പോയി 9, പിന്നെ ഏതാ ഉള്ളത്? 12ഉം കളഞ്ഞു. പിന്നെ ഏതാ ഉള്ളത്? 15, 18, 21. ഓക്കെ, ഏതൊക്കെയാണ് കളഞ്ഞത്? കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് കളഞ്ഞത്? 6ഉം 12ഉം. ബാക്കി ഏതൊക്കെയുണ്ട്? 3, 9, 15, 18, 21. ഓക്കെ. നൗ തേർഡ് വൺ എ മൈനസ് ഡി.
എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും ഡിയിലെ എലമെൻസിനെ കളയണം അല്ലേ. അപ്പോൾ എയും ഡിയും കമ്പയർ ചെയ്തേ. കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? 5 ഉണ്ടോ? ഇപ്പോൾ ആ ഡിയിലെ എലമെൻസിൻ്റെ അടുത്ത് ഓരോന്ന് കമ്പയർ ചെയ്യുക. ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ 10 ഉണ്ടോ? 10 ഇല്ല. 15 ഉണ്ടോ? ഉണ്ട്. 15 ഉണ്ട്. 20 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏത് എലമെൻസിനെ കളഞ്ഞാൽ മതി? എയിൽ നിന്നും ഈ 15നെ കളയുക. ബാക്കി ഏതൊക്കെ? അപ്പോൾ എ മൈനസ് ഡിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെ വന്നു? സെറ്റ് 3, 6, 9, 12, 18, 21. ഞാൻ ഫോർത്ത് വൺ ബി മൈനസ് എ അല്ലേ. ബി മൈനസ് എ കാണണം. അപ്പോൾ ബിയിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനെ ഒഴിവാക്കുക. ബിയിലും എയിലും കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയുള്ളതെന്ന് നോക്കിയേ. ഏതൊക്കെയുള്ളത്? ബിയിൽ നിന്നും എയിലെ എലമെൻറ്റ്സിനാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ്. എയിൽ ഓരോന്നും ഇവിടെ നോക്കിയാൽ ഉണ്ടോ നോക്കിയേ. 3 ഉണ്ടോ? ഇല്ല. 6 ഉണ്ടോ? ഇല്ല. 9 ഉണ്ടോ? ഇല്ല. പിന്നെ ഏതുള്ളത്? 12 ഉണ്ടല്ലേ. 12 ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? 15 ഉണ്ടോ ബിയിൽ? ഇല്ല. 18 ഉണ്ടോ? ഇല്ല. 21 ഉണ്ടോ? ഇല്ല. അപ്പം ബിയിൽ നിന്നും 12നെ ഒഴിവാക്കുക. ഈ 12നെ ഒഴിവാക്കുക. ബി മൈനസ് ആണ് കണ്ടത്, അതുകൊണ്ട് ബിയിൽ നിന്നുമാണ് ഈ 12നെ ഒഴിവാക്കുന്നത്. അപ്പോൾ ബാക്കി എന്ത് വരും? സെറ്റ് 4, 8, 16, 20. ഓക്കെ. നൗ ഫിഫ്ത്ത് വൺ സി മൈനസ് എ. സിയിൽ നിന്നും എയിലെ എലമെൻസിനെ ഒഴിവാക്കുക. സി മൈനസ് എ. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയേ. എയിലും സിയിലും ഏതൊക്കെ കോമൺ എലമെൻറ്റ്സ് ഉള്ളതെന്ന് നോക്കിയേ. ഏതൊക്കെയാണ് കോമൺ എലമെൻറ്റ്സ് ഉള്ളത്? എയിലും സിയിലും 6 ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? 12 ഉണ്ട് അല്ലേ. 6ഉം 12ഉം. അപ്പോൾ സി മൈനസ് എ ആണ് കാണേണ്ടത്. അപ്പോൾ സിയിൽ നിന്നും 6ഉം 12ഉം ഒഴിവാക്കിയാൽ ഏതൊക്കെയാണ് കിട്ടുന്നത്? ബാക്കി ഏതൊക്കെയുണ്ട്? സെറ്റ് 2, 4, 8, 10, 14, 16 അല്ലേ. 2, 4, 8, 10, 14, 16. ഓക്കെ. നൗ അടുത്ത കാണേണ്ട ഏതാ? സിക്സ്ത് വൺ ഡി മൈനസ് എ അല്ലേ. അപ്പോൾ ഡി മൈനസ് എ കണ്ടേ. ഏതൊക്കെയാണ് വരുന്നത്? ഡി മൈനസ് എ. ഡിയിൽ നിന്നും എയിലെ എലമെൻസിനെ ഒഴിവാക്കുക. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഡിയിൽ നിന്നും എയിലെ എലമെൻസിനെ ഒഴിവാക്കുക. 3, 6, 9 ഉണ്ടോ കോമൺ ആയിട്ട്? 12 ഉണ്ടോ? പിന്നെ ഏതാ ഉള്ളത്? 15 ഉണ്ടല്ലേ. 18, 21 ഇല്ല. അപ്പോൾ 15 ഒഴിവാക്കണം അല്ലേ. അപ്പോൾ ഡി മൈനസ് എ കണ്ടേ. ഡിയിൽ നിന്നും ഏതിനെ ഒഴിവാക്കണം? 15നെ ഒഴിവാക്കി. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? സെറ്റ് 5, 10, 20. ഓക്കെ. നൗ സെവൻത് വൺ ബി മൈനസ് സി. ബി മൈനസ് സി. ബിയിലും സിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വേമ്പേം പറഞ്ഞേ. ഏതൊക്കെയുണ്ട്? 4 ഉണ്ട്. പിന്നെ 8 ഉണ്ട്. പിന്നെ 12 ഉണ്ട്. പിന്നെ 16 ഉണ്ട് അല്ലേ. അപ്പോൾ ബി മൈനസ് സി ആണ് കാണേണ്ടത്. ഈ കോമൺ എലമെൻറ്റ്സ് ബിയിൽ നിന്നും ഒഴിവാക്കി. അപ്പോൾ ബാക്കി എന്ത് വരും? സെറ്റ് 20 അല്ലേ. 4ഉം 8ഉം 12ഉം 16ഉം ഇതിൽ നിന്നും സി എന്ന് പറയുന്ന എലമെൻറ്റിലും ബി എന്ന് പറയുന്ന സി എന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും ഉണ്ട്. അതിൽ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും 4, 8, 12, 16 ഒഴിവായി. ബാക്കിയുള്ളത് സെറ്റ് 20. ഓക്കെ. നൗ ടെൻത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? ഡി മൈനസ് ഡി അല്ലേ. അപ്പം ഡിയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡിയിൽ നിന്നും ഒഴിവാക്കാം. അപ്പോൾ ഡിയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഏതൊക്കെയുള്ളത് നോക്കിയേ. രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് 20 ഉണ്ട് അല്ലേ. അപ്പോൾ ഡിയിൽ നിന്നും ഈ 20 എന്ന് പറയുന്ന എലമെൻറ്റ്സിനെ ഒഴിവാക്കാം. അപ്പോൾ ഡി മൈനസ് ബി എന്ത് കിട്ടും? സെറ്റ് 5, 10, 15 അല്ലേ. സെറ്റ് 5, 10, 15. ഓക്കെ. നെക്സ്റ്റ് വൺ സി മൈനസ് ഡി. സി മൈനസ് ഡി. അപ്പോൾ സിയിലും ഡിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ സിയിൽ നിന്നും ഒഴിവാക്കണം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? സിയിലും ഡിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. സി മൈനസ് ഡി. 5 ഇവിടെ ഉണ്ടോ? ഇല്ല. 10 ഉണ്ടോ? ഉണ്ട്. 20 ഉണ്ടോ? ഇല്ല. 15 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതിനെ ഒഴിവാക്കണം? സി മൈനസ് ഡി എന്ന് പറയുമ്പോൾ രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാ ഉള്ളത്? 10. അപ്പോൾ ഈ സി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും 10നെ ഒഴിവാക്കി. ബാക്കി ഏതൊക്കെയുണ്ട്? 2, 4, 6, 8, 12, 14, 16 അല്ലേ. ഇതല്ലേ സെറ്റ് 2, 4, 6, 8, 12, 14, 16. ക്ലിയർ ആയില്ലേ? നൗ ലാസ്റ്റ് വൺ ഡി മൈനസ് സി. അപ്പോൾ ഡി മൈനസ് സി. അപ്പോൾ ഡിയിലും സിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഡിയിൽ നിന്നും ഒഴിവാക്കണം അല്ലേ. അപ്പോൾ ഡിയിലും സിയിലും കോമൺ ആയിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് ഉള്ളതെന്ന് നോക്കിയേ. ഡി മൈനസ് സി. ഇവിടെ 2 ഉണ്ടോ? ഇല്ല. 4 ഇല്ല. 6 ഇല്ല. 8 ഉണ്ടോ? ഇല്ല. പിന്നെ ഏതുള്ളത്? 10 ഉണ്ട്. പിന്നെ ഏതുള്ളത്? 12 ഉണ്ടോ? ഇല്ല. 14 ഉണ്ടോ? ഇല്ല. 16 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതാ കോമൺ ആയിട്ടുള്ളത്? ഡി മൈനസ് സി ആണ്. ഏതാ കോമൺ ആയിട്ടുള്ളത്? 10 എന്ന് പറഞ്ഞാൽ
എലമെൻറ്റ് അല്ലേ. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും 10നെ ഒഴിവാക്കിയാൽ ബാക്കി എന്തുണ്ട്? സെറ്റ് 5, 15, 20 ഇതല്ലേ 5, 15, 20. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ. Now 10th question. If x equal to set A, B, C, D and y is equal to F, B, D, G. Find x minus y, y minus x, x intersection y. ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണുന്ന കുറേ എക്സാമ്പിൾ പഠിച്ചു. അപ്പോൾ ഇതെന്ത് ചെയ്യണം? അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ. Now length 1. If R is equal to set of real numbers and Q is the set of rational numbers, then what is R minus Q? ലെവൻത്ത് ക്വസ്റ്റ്യൻ എന്താ? R എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. Q എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ദെൻ വാട്ട് ഈസ് R മൈനസ് Q? എംബി ആൻസർ പറഞ്ഞേ. R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്, Q എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റിയൽ നമ്പർ സെറ്റ് ഏതാ? എല്ലാ റാഷണലും ഇറാഷണലും ഉൾപ്പെടുന്നതാണ് R അല്ലേ. അതായത് നമ്മൾ പഠിച്ചു R ഈസ് ഈക്വൽ ടു Q യൂണിയൻ T. Q എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. T എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ Q എന്ന് പറയുന്ന സെറ്റിൻ്റെയും T എന്ന് പറയുന്ന സെറ്റിൻ്റെയും യൂണിയൻ ആണ് ഇത് R. അപ്പോൾ ഈ R എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ഏതിനെ ഒഴിവാക്കാനാണ് പറയുന്നത്? Qനെ ഒഴിവാക്കുക. പിന്നെ ബാക്കി എന്തുണ്ടായിരിക്കും? T അല്ലേ. അപ്പോൾ R മൈനസ് Q എന്താ? സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആയില്ലേ? Now 12th question. State whether each of the following statement is true or false. Justify your answer. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണോ എന്നുള്ളതാണ്. പെയേഴ്സ് തന്നിട്ടുണ്ട്. അത് ഡിസ്ജോയിൻ്റ് ആണോ അല്ലയോ എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് നേരത്തെ ഒരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഇതും കൂടി അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ 3 ക്വസ്റ്റ്യൻ അസൈൻമെൻ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ആണ്. വെൻ ഡയഗ്രം വരയ്ക്കേണ്ടതാണ്. ശ്രദ്ധിച്ച് കാണുക. ഫസ്റ്റ് വൺ, ഒബ്സർവ് ദ വെൻ ഡയഗ്രം ആൻഡ് വെരിഫൈ ദാറ്റ് A മൈനസ് B യൂണിയൻ A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു A. ഇവിടെ നിങ്ങൾക്കൊരു വെൻ ഡയഗ്രം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്, പിന്നെ A എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്, B എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. എന്താ വെരിഫൈ ചെയ്യേണ്ടത്? A മൈനസ് B യൂണിയൻ A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു A. ഇത് ഈ രണ്ട് സെറ്റിൻ്റെ A മൈനസ് ബിയുടെയും A ഇൻ്റർസെക്ഷൻ ബിയുടെയും യൂണിയൻ A എന്ന് പറയുന്ന സെറ്റാണെന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എലമെൻസിനെ ഒന്ന് എഴുതി നോക്കാം. യു എന്ന് പറയുന്ന സെറ്റ് എന്താ? ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം വരും അല്ലേ. എല്ലാ എലമെൻറ്റ്സും യുവിലുണ്ട്, യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? A എന്ന് പറയുന്ന സെറ്റ് എഴുതുന്നു. വാട്ട് ഈസ് സെറ്റ്? A ഈസ് ഈക്വൽ, ഇതാണ് A എന്ന് പറയുന്ന സെറ്റ് അല്ലേ. 1, 3, 4, 8. ഈ 3 എന്ന് പറയുന്ന എലമെൻറ്റ് നോക്കിയേ, ഈ ബിയിലും ഉണ്ട് എയിലും ഉണ്ട്. കോമൺ പാർട്ടിലാണ് 3 വന്നിരിക്കുന്നത്. ഓക്കെ. നോ B ഈസ് ഈക്വൽ ടു സെറ്റ് 3 അല്ല 2, 3, 5. ഇനി 3, 2, 5 എന്ന് എഴുതിയാലും മതി കേട്ടോ. ഞാൻ ഓർഡറിൽ പറഞ്ഞതേ ഉള്ളൂ. ഈ 3 എന്ന് പറയുന്നത് എയിലും ബിയിലും കോമൺ എലമെൻ്റ് ആണ്. അതായത് A ഇൻ്റർസെക്ഷൻ B ആണ് 3 വന്നിരിക്കുന്നത്. ഇപ്പോൾ എയിലെ എലമെൻസിനെ എടുത്ത് എഴുതി, ബിയിലെ എലമെൻസിനെ എടുത്ത് എഴുതി. ഇനി എന്ത് കാണണം? A മൈനസ് ബി കാണണം, A ഇൻ്റർസെക്ഷൻ B കാണണം. അപ്പോൾ A മൈനസ് ബി, എയിൽ നിന്നും ബിയിലെ എലമെൻസിനെ ഒഴിവാക്കുക. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻസിനെ എയിൽ നിന്നും ഒഴിവാക്കുക. അപ്പോൾ ഏത് എലമെൻസിനെ ഒഴിവാക്കണം? ഇതാണ് 3 ആണ് രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഇതാ 1, 4, 8. ഓക്കെ. A മൈനസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 4, 8. ഇനി A ഇൻ്റർസെക്ഷൻ B, ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അതിൽ A മൈനസ് ബി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി A ഇൻ്റർസെക്ഷൻ B കാണണം. A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഇതല്ലേ 3. ഓക്കെ. ഇനി എന്ത് കാണുക? A മൈനസ് ബി യൂണിയൻ A ഇൻ്റർസെക്ഷൻ B കാണുക. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ. അപ്പോൾ A മൈനസ് ബിയിലെയും A ഇൻ്റർസെക്ഷൻ ബിയിലെയും എല്ലാ എലമെൻറ്റ്സും എടുത്ത് എഴുതിയാൽ A മൈനസ് ബി യൂണിയൻ A ഇൻ്റർസെക്ഷൻ B ആയി. അപ്പോൾ ഏതൊക്കെ വരും? 1, 3, 4, 8 അല്ലേ. രണ്ട് സെറ്റിലെ എലമെൻറ്റ് 1, 3, 4, 8. ഇതെന്ന് പറഞ്ഞാൽ ഏത് സെറ്റാ? സെറ്റ് 1, 3, 4, 8 നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ, ഇതേത് സെറ്റ്? A അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A മൈനസ് ബി യൂണിയൻ A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു സെറ്റ് A എന്ന് തന്നെ കിട്ടി. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ഞാനിവിടെ എടുത്തെഴുതിയിട്ടില്ല. നിങ്ങൾ എഴുതുമ്പോൾ യൂണിവേഴ്സൽ സെറ്റും കൂടി എടുത്തെഴുതിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എയിലെയും ബിയിലെ എലമെൻറ്റ്സും പിന്നെ 6, 7, 9 ഉൾപ്പെടും. ഓക്കെ. ഹെൻസ് A മൈനസ് ബി യൂണിയൻ A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു A. വെരിഫൈ ആണ്, നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ എടുത്തെഴുതുക അങ്ങനെ. Now second question, if A and B are two sets such that A subset of B, then first question A union B is equal to dash. എയും ബിയും ടു സെറ്റ്സ്. ഇനി A സബ്സെറ്റ് ഓഫ് B ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് A ബിയുടെ സബ്സെറ്റ് ആണ്. ദെൻ വാട്ട് ഈസ് A യൂണിയൻ B? A യൂണിയൻ B ഈസ് ഈക്വൽ ടു B അല്ലേ. അവിടുത്തെ സൂപ്പർ സെറ്റ് B ആണ്. അപ്പോൾ A യൂണിയൻ B ഈസ് ഈക്വൽ ടു B ആണ്. A ഇൻ്റർസെക്ഷൻ B ആണെങ്കിലോ A ആയിരിക്കും. ഓക്കെ. A ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട്.
ഇനി അതിൻ്റെ ബി പാർട്ട് ഡ്രോ ദി വെൻ ഡയഗ്രം ഓഫ് ബി മൈനസ് എ. ബി മൈനസ് എയുടെ വെൻ ഡയഗ്രം വരയ്ക്കണം. എങ്ങനെ? എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ. അപ്പം വേം വരച്ച് നോക്കിയേ. യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. പിന്നെ എയും ബിയും വരയ്ക്കണം അല്ലേ? അപ്പോൾ എ ബിയുടെ സബ്സെറ്റാണ്. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് ഏതാ? ഈ പുറമേ കാണുന്ന സെറ്റ് അല്ലേ? അതാണ് ബി. എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ബി എനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലാണ് എ എന്ന് പറയുന്ന സെറ്റ് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഏത് കാണേണ്ടത്? എൻ്റെ വെൻ ഡയഗ്രം നോക്കേണ്ടത് ബി മൈനസ് എ. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എയിനെ ഒഴിവാക്കണം. അപ്പോൾ ഇത്രയും ഇത് ഫുള്ള് എയിലെ എലമെൻസ് ആണ്. ഇത് മൊത്തം ഇതും കൂടി ചേരുന്നതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ബി മൈനസ് എ കാണുക എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്നും എയിലെ എലമെൻസിനെ മൊത്തം ഒഴിവാക്കി ബാക്കി എവിടെയാണ് വരുന്നത്? ഇതാ ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ അല്ലേ? ഇതാണ് ഏത് വരുന്നത്? ബി മൈനസ് എ, ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അതായത് എ ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിനുള്ളിൽ എ വന്നിട്ടുണ്ട്. ഇത് മൊത്തം ബി ആണ്. ഓക്കെ, ഇതോ ഈ വൈറ്റ് കളറുള്ളത് എ ആണ്. നമുക്ക് ബി മൈനസ് എ ആണ് വേണ്ടത്. അപ്പോൾ ഈ മൊത്തം ഉള്ള സെറ്റ് ബി ആണ്. ബിയിൽ നിന്നും എയിനെ ഒഴിവാക്കി. എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എ ബിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ എയിലെ എലമെൻസിനെല്ലാം ഒഴിവാക്കി. ഈ വൈറ്റ് പാർട്ടിലുള്ള എലമെൻസ് മൊത്തം ഒഴിവായി. ബാക്കിയുള്ള എലമെൻസ് ഏതാ വരുന്നത്? ഇതാണ് ബി മൈനസ് എ. ഇത്രയും പോർഷൻസ് എക്ക് പുറത്ത് ബിക്ക് ഉള്ളിലുള്ള എലമെൻസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, നമ്മളിപ്പോൾ പറഞ്ഞാണ് എ ബിയുടെ സബ്സെറ്റ് ആണ്. ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. റെപ്രസെന്റ് ദി അബോവ് സെറ്റ് എ ഇന്റർസെക്ഷൻ ബി ബൈ വെൻ ഡയഗ്രാം. അപ്പോൾ ഈ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിനെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതാ? എ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? എ ബിയുടെ സബ്സെറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. പിന്നെ ബി എന്ന് പറയുന്ന സെറ്റ് വരച്ചു. ബിയുടെ ശേഷം ഏതാ വേണ്ടേ? എ. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പോൾ എ എവിടെ ഉണ്ടാകണം? ബിക്കുള്ളിൽ ഉണ്ടാകണം അല്ലേ? ഇനി എന്താ പറയുന്നത്? ഏതിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കണം? എ ഇന്റർസെക്ഷൻ ബിയുടെ. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ ആണ് അല്ലേ? അതുകൊണ്ട് എ ഇവിടെ ഡാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എ ബിയുടെ സബ്സെറ്റ് ആണ്. ദെയർഫോർ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് മൊത്തം വന്നു. ഓക്കെ, അതുകൊണ്ട് എ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മൾ എക്സസൈസ് 1.4 കംപ്ലീറ്റ് ആക്കി. അതുപോലെ 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻസും പഠിച്ചു. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കുക. പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും ചെയ്യുക. അപ്പോൾ നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.